ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പരിശുദ്ധമായ ശഅബാ മാസത്തിലാണ്. ശഅബാ മാസത്തിൽ ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഏതൊരു സത്യവിശ്വാസിയും പ്രതീക്ഷിക്കുന്നത് ബറാഅത്തിന്റെ രാവിനെയാണ്, അഥവാ ശഅബാൻ 15-ന്റെ രാവിനെയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, 9 വിഭാഗം ആളുകൾ ബറാഅത്തിന്റെ രാവ് പ്രതീക്ഷിച്ചത് കൊണ്ട് യാതൊരു ഫലവും അവർക്കില്ല. അന്നത്തെ രാത്രിയിൽ ഈ പറയാൻ പോകുന്ന 9 വിഭാഗം ആളുകളെ അല്ലാഹ് മൈൻഡ് പോലും ചെയ്യൂല എന്നുള്ളതാ. അവരെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യൂല, അവർക്ക് നരകമോചനമല്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുകയില്ല. ഏതാണ് ആ 9 വിഭാഗം ആളുകളെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം. ഈ 9 വിഭാഗത്തിൽ ഞാനോ നിങ്ങളോ പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ മാറേണ്ടതുണ്ട്. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ ചൊല്ലേണ്ട, അന്നത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും നമ്മളെ മജ്ലിസിൽ ഉണ്ടാകും. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പരിശുദ്ധമായ ശഅബാ മാസത്തിലാണ്. ശഅബാ മാസം കടന്നു വന്നപ്പോ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം ശഅബാൻ 15-ന്റെ രാവ് നമ്മളിലേക്ക് വേഗം എത്തണമെന്നാണ്, അഥവാ ബറാഅത്തിന്റെ രാവ് നമ്മളിലേക്ക് വേഗം എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ശഅബാൻ 15-ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ആളുകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നുണ്ട്, ഇജാബത്ത് നൽകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു നരകമോചനം നൽകുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യവിശ്വാസികള്, മുത്തുമുഅ്മിനീങ്ങള് പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? 9 വിഭാഗം ആളുകള് ബറാഅത്തിന്റെ രാവ് പ്രതീക്ഷിച്ചത് കൊണ്ട് യാതൊരുവിധ ഫലം ഉണ്ടാവൂല. ഈ 9 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് രാവിലെ റഹ്മത്ത് കൊടുക്കൂല, ബറക്കത്ത് കൊടുക്കൂല, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുക്കൂല. ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മൈൻഡ് പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ബറാഅത്തിന്റെ രാവ്? ബറാഅത്ത് രാവിന്റെ പ്രത്യേകതയെ കുറിച്ച് മഹാനായ നബി തങ്ങൾ എന്താണെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അതാനി ജബ്രായിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15-ന്റെ രാവിൽ എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. സുബ്ഹാനല്ലാഹ്. ശഅബാൻ 15-ന്റെ രാത്രിയിൽ അഥവാ ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. വഖാല യാ മുഹമ്മദ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഹാദിഹി ലൈലത്തുൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാഇ വ അബ്വാബിർ റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അതുപോലെ തന്നെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് നബിയേ. ഫഖും ഫസല്ലി വർഫ റസക വ യദൈക ഇല സമാ. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രി കിടന്നുറങ്ങണ്ട, ഈ രാത്രി ഉറങ്ങാനുള്ളതല്ല. എണീക്കണം നബിയെ, നിസ്കരിക്കണം നബിയെ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുകയാണ്. ഫഖുൽതു, ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ ജബ്രായിൽ മാ ഹാദിഹി ലൈലത്തു, എന്താണ് ഈ രാത്രി? ഈ രാത്രിയുടെ പ്രത്യേകത എന്താണ് ജിബ്രീലേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം
അലൈഹിസ്സലാം പറയുകയാണ്, ഹാദിഹി ലൈലത്തുൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്, ഇത് ബറക്കത്തുള്ള രാത്രിയാണ് നബിയെ. യുഫ്തഉ ഫിഹാ 300 അബ്വാബിൻ മിനർ റഹ്മത്തി വൽ മഗ്ഫിറ, 300ഓളം പാപങ്ങൾ പൊറുക്കുന്ന കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കപ്പെടും. 300ഓളം റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി മാത്രം തുറക്കുന്നുണ്ട് നബിയെ. അതുകൊണ്ട് എണീക്കണം, നിസ്കരിക്കണം, ഇബാദത്തിൽ മുഴുകണം നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫയഗ്ഫിറുല്ലാഹു തആല ലിജമീഇ മൻ ലാ യുശ്രികു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കാത്ത അഥവാ കുഫ്ർ തരം ചെയ്യാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ലാ മൻ കാന സാഹിറ, സിഹ്ർ ചെയ്യുന്ന ആളുകളുടെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്തിന്റെ രാത്രിയിൽ മാപ്പ് നൽകുകയില്ല. സിഹ്ർ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. 7 വൻ പാപങ്ങൾ മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സിഹ്ർ. ഒരാൾ നശിക്കാൻ വേണ്ടി, തന്റെ സഹോദരൻ നശിക്കാൻ വേണ്ടി സിഹ്ർ ചെയ്യുന്ന എത്രയെത്ര ആളുകളുണ്ട്. ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോകുകയാണ്. എന്തിനു വേണ്ടി? സിഹ്ർ ചെയ്യാൻ. എന്തിനാണ് സിഹ്ർ ചെയ്യുന്നത്? തന്റെ സഹോദരൻ നശിക്കാൻ വേണ്ടി. അങ്ങനെ സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് ബറാഅത്തിന്റെ രാത്രിയിൽ റഹ്മത്തില്ല, ബറക്കത്തില്ല, പാപമോചനമില്ല, നരകമോചനമില്ല. അതുകൊണ്ട് സിഹ്ർ ചെയ്യാൻ നിൽക്കരുത്, അത് കുട്ടിക്കളിയല്ല. സിഹ്ർ ചെയ്യാൻ നിൽക്കരുത്, അത് കുട്ടിക്കളിയല്ല. 7 വൻപാപങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ കാഹിന, ജോത്സ്യ പണിയെടുക്കുന്ന ആളുകളുണ്ട്. മറ്റൊരാൾക്ക് സിഹ്ർ ചെയ്തു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. മുസ്ലിമീങ്ങളിലും ഉണ്ടത്. സാധാരണ മുസ്ലിമീങ്ങളിലാണ് അത് കണ്ടുവരിക എങ്കിലും മുസ്ലിമീങ്ങളിലും അങ്ങനെ ചില ആളുകളുണ്ട്. മറ്റൊരാൾ നശിക്കാൻ വേണ്ടി ഒരാൾക്ക് സിഹ്ർ ചെയ്തു കൊടുക്കുക, അതിനാണ് ജോത്സ്യൻ എന്ന് പറയുക. അങ്ങനെ ജോത്സ്യപ്പണി ചെയ്യുന്ന ആളുകളെ ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു മൈൻഡ് ചെയ്യൂല. അവരുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അതുപോലെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട 3ാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അതിൽ ഞാനോ നിങ്ങളോ പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഔ മുശാഹിന, പരസ്പരം തെറ്റി നടക്കുക. എത്ര ആളുകൾ തെറ്റി നടക്കുന്നുണ്ട്? അയൽവാസികളോട് തെറ്റിയവരുണ്ട്, ഭർത്താവിനോട് തെറ്റിയവരുണ്ട്, ഭാര്യയോട് കൊല്ലങ്ങളായി തെറ്റിയ ആളുകളുണ്ട്, മക്കളോട് തെറ്റിയ ആളുകളുണ്ട്, സ്വന്തം ഉമ്മയോടും ഉപ്പയോടും പിണങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട്. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, വർഷങ്ങളോളം ഇങ്ങനെ തെറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും ബറാഅത്തിന്റെ രാത്രിയില് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയില്ല. അങ്ങനെ ആരുടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി മിണ്ടിക്കോ. ഭാര്യനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി ഭാര്യനോട് മിണ്ടി പിണക്കങ്ങളൊക്കെ മാറ്റി ഇണങ്ങി തന്റെ വീട്ടിലേക്ക് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നോ. അല്ലാതെ ബറാഅത്തിന്റെ രാത്രി ചക്കരച്ചോറും അതുപോലെ തന്നെ തേങ്ങാച്ചോറും നെയ്യപ്പവും പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ബറക്കത്ത് ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരാളോടും പിണങ്ങാൻ പാടില്ല. പിണങ്ങിയവർക്ക് അല്ലാഹു മാപ്പ് നൽകുകയില്ല. അതുപോലെ തന്നെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഔ മുദ്മിനൽ ഖംരി, മദ്യപാനം, കള്ള് കുടിക്കുന്ന ആളുകള്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബറാഅത്തിന്റെ രാത്രിയിൽ മാപ്പില്ല. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മയുടെയും താക്കോലാണ്, ഉമ്മയാണ് മദ്യപാനം. കള്ളു കുടിച്ചാല് എന്താ ചെയ്യാന്ന് അവനക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ തുണി അയച്ച് തലയിൽ കെട്ടും, ഭാര്യനെ തല്ലും, ഉമ്മയെ തല്ലും, ഉമ്മയെ കൊല ചെയ്യും, ഉപ്പയെ കൊല ചെയ്യും, ഭാര്യനെ കൊല ചെയ്യും, മൃഗീയമായി പീഡിപ്പിക്കും. എന്താ ചെയ്യാന്ന് അവർക്കറിയില്ല, ബോധം പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് ഇന്നമൽ ഖംറു വൽ മൈസർ, മദ്യപാനം അതുപോലെ ചൂതാട്ടം തുടങ്ങിയവയൊക്കെ ശൈത്താന്റെ പ്രവർത്തനമാണ്, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു ഖുർആനിൽ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. മുത്തുമുഅ്മിനീങ്ങളെ,
അള്ളാഹു കാക്കട്ടെ. എത്ര എത്ര ആളുകളാണ് വളരെ ലാഘവത്തോടെ മദ്യപിക്കുക, ടെൻഷൻ മാറാൻ മദ്യപിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ടെൻഷൻ മാറാനോടോ ഖുർആൻ ഓതിക്കോ, ടെൻഷൻ മാറും. ലീലാഫി ഖുറൈശി സൂറത്ത് ഓതിയാൽ ടെൻഷൻ മാറൂലേ? അതിന് കള്ളുടിക്കുക ചെയ്യുക, അല്ലാഹ് ഹറാമാക്കിയതല്ല ചെയ്യുക. എത്ര എത്ര ആളുകളാണ്, ചെറിയ കുട്ടികൾ വരെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറെ കാലം മുമ്പ് ആൺമക്കളായിരുന്നു ഉപയോഗിച്ചത്, ആൺകുട്ടികളായിരുന്നു. ഇപ്പൊ പെൺകുട്ടികളും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു കാക്കട്ടെ. മക്കളെ കോളേജിലേക്ക് വിടുമ്പോ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ. പഠിക്കട്ടെ, പഠിക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, ശ്രദ്ധ വേണം. ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ പഠിപ്പിച്ചാൽ മതി. കോളേജിലേക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ലഹരിക്ക് എത്ര ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ +2 കഴിഞ്ഞ് കോളേജിലേക്കാണ് പോകാൻ തുടങ്ങിയപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെൺകുട്ടികൾ വരെ ഇതിനടിമപ്പെട്ടു പോയി, വിൽപ്പന നടത്തുകയാണ്, കച്ചവടക്കാരാവാണ് ലഹരി പദാർത്ഥങ്ങളുടെ പെൺകുട്ടികൾ. അല്ലാഹു കാക്കട്ടെ. നല്ലതിനെ കിട്ടാൻ വല്ലാത്ത പ്രയാസമായി പോയി. അപ്പോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ബറാഅത്തിന്റെ രാത്രിയിൽ ഒന്നുമില്ല, അല്ലാഹു അവരെ മൈൻഡ് ചെയ്യൂല. അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെടുക. അനങ്ങിയ ബാങ്കിലേക്ക് ഓടുന്ന ആളുകളുണ്ട്. ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കല്ലേ, സുബ്ഹാനല്ലാഹ്, അനങ്ങിയ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ബാങ്കിൽ പോയി പലിശ എടുക്കുക. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അധ്വാനിക്കൂല, വെറുതെ ഇങ്ങനെ മടിയനായിട്ട് വീട്ടിലിരിക്കുക, എന്നിട്ട് ബാങ്കിൽ പോയിട്ട് പലിശ എടുക്കുക, എന്നിട്ട് ആ പലിശ അടക്കാൻ ബുദ്ധിമുട്ടുക, പ്രയാസപ്പെടുക, എന്നിട്ട് വീടിന് ജപ്തിക്ക് നോട്ടീസ് വരിക. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ പലിശ എന്ന് പറയുന്നത് അല്ലാഹു ഖുർആനിൽ കർശനമായി പല പ്രാവശ്യം നമ്മളെ മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർശനമായി നിരോധിച്ചൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ടോ തൊലഞ്ഞിട്ടേ നമ്മൾ നിൽക്കുള്ളൂ, രക്ഷപ്പെടാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് പാവപ്പെട്ട ആളുകളിൽ നിന്ന് പൈസ വാങ്ങുക, പാവപ്പെട്ട ആളുകൾ നിന്ന് പലിശ വാങ്ങുക. പാവപ്പെട്ട ആളുകൾ കടം വന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയാണ്, ഞാൻ നിനക്ക് 5000 തന്നാ എനിക്ക് തിരിച്ചു തരുമ്പോൾ 2000 രൂപ കൂട്ടിത്തരണം, ഇത് പലിശയാണ്. 2000 രൂപ അവന്റെ കയ്യിൽ നിന്ന് കൂട്ടി വാങ്ങുക, അല്ലെങ്കിൽ 1000 രൂപ വാങ്ങുക, 1 രൂപ വാങ്ങിയാലും അത് പലിശയാണ്. അവൻ തൊലഞ്ഞു പോകും. എത്ര വലിയ മുതലാളിയാണെങ്കിലും പാപ്പരനായി അവൻ മരണപ്പെട്ടു പോവുക. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടേണ്ട, ഇന്ന് മുതൽ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവില്ല, ബറക്കത്തില്ല, റഹ്മത്തില്ല, പാപമോചനമില്ല, സ്വർഗമില്ല, നരകമാണ് നരകം. അല്ലാഹു കാക്കട്ടെ. അതുപോലെ ഉമ്മയെ ഉപ്പയെ ബുദ്ധിമുട്ടിക്കുക, അവരെ വെറുപ്പിക്കുക, അവരെ നോക്കാതിരിക്കുക, അവരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുക, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അവരോട് ചേ എന്ന് പോലും പറയരുതേ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തൃപ്തി മാതാവിന്റെ പിതാവിന്റെ തൃപ്തിയിലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ ഉപ്പയുടെ ലാളന ശരിക്ക് അനുഭവിക്കാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പഠിപ്പിച്ചു ഉമ്മയുടെ ഉപ്പയുടെ സ്ഥാനം. അല്ലേ, ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിന് പകരം, ഉപ്പ നോക്കിയ ആ നോക്കലിന് പകരം നീ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പകരം കൊടുത്താലും മോനെ, എന്റെ പെങ്ങളെ, എന്റെ മകളെ മതിയാവുകയില്ല. ആ അമ്മിഞ്ഞ പാലിന് അത്ര വില ഉണ്ട്, ആ ഉപ്പയുടെ നോക്കലിന് അത്ര വിലയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോയി മാപ്പ് പറഞ്ഞോ, അവരെ കാലിക്കൽ വീണോ, അവരോട് പൊരുത്തം ചോദിച്ചോ. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ചെന്ന് അവരെ കബറിന്റെ ചാരത്ത് ഉമ്മയോട് മാപ്പ് പറഞ്ഞോ. ഇല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവിലെ ചക്കരച്ചോറ് വെച്ചിട്ട് നീ ലോകത്തൊക്കെ വിതരണം ചെയ്താലും ബറക്കത്ത് ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല, റാഹത്ത് ഉണ്ടാവൂല. കാരണം ഉമ്മ ഉപ്പ നിന്റെ സ്വർഗമാണ്. അൽ വാലിദാനി ബാബാനി അബ്വാബും മിനൽ ജന്ന. മാതാപിതാക്കള് നിന്റെ സ്വർഗത്തിലെ 2 കവാടങ്ങളാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കുറിച്ച് എത്ര ഹദീസാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, എന്തെല്ലാമാണ് മഹാന്മാര് പഠിപ്പിച്ചത്, എന്തെല്ലാമാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലേ, അള്ളാഹ്ക്ക് ആരാധന ചെയ്യണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് തൊട്ടുടനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാന.
വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉണ്ടോ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, എന്നിട്ട് തൊട്ടടുടനെ അല്ലാഹ് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അപ്പൊ മാതാവിന്റെ പിതാവിന്റെ സ്ഥാനം എത്രയാണ്? ആ ഉമ്മയെ ഉപ്പയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്ന ആളുകളില്ലേ? ആ ഉമ്മയെ ഉപ്പയെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ആളുകളില്ലേ? കല്യാണം കഴിഞ്ഞ ഉമ്മാനിപ്പാനി നോക്കാതെ ഉമ്മാനിപ്പാനി മൈൻഡ് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്. എടോ, നീയും ഉമ്മയും ഉപ്പയും ആകൂലേ? നീയും ആകൂലേ ഉമ്മ, നീ ആകൂലേ ഉപ്പ? അപ്പൊ കാണാ അള്ളാഹു പരീക്ഷിക്കും. നീ നിന്റെ ഉമ്മയെ ഉപ്പയെ എന്ത് ചെയ്തോ അതുപോലെ ആയിരിക്കും നിന്റെ മക്കളും നിന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മയെ ഉപ്പയെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബറാത്തിലാവുന്നതിന്റെ മുമ്പ് മാപ്പ് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നോ, അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തോ, അവരുടെ ചെലവിന് കൊടുത്തോ. നിർബന്ധമാണ്, മകന്റെ പേരിൽ നിർബന്ധമാണ്. ഉമ്മയുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല, ഉപ്പയുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല. ഉപ്പി ഉമ്മി ഉണ്ടാവുമ്പോൾ നമ്മളിരുന്ന് സംസാരിക്കാൻ പാടില്ല, അവരുടെ പേര് വിളിക്കാൻ പാടില്ല. അതൊക്കെ നമ്മളെ പട്ടിണിയിലാക്കുന്ന കാര്യമാണ്. അള്ളാഹു കാക്കട്ടെ. എത്ര എത്ര ഉമ്മമാരാണ് സങ്കടപ്പെട്ട് വൃദ്ധസദനങ്ങളിലൂടെ കഴിയുന്നതെന്നറിയുള്ളോ? എന്തിനാണ് മക്കളെ ഉമ്മയെ ഉപ്പയെ വെറുപ്പിക്കുന്നത്? അവരുള്ള കാലം അതാണ് നമ്മളെ സ്വർഗം. ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ അവരില്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തന്നെ ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രിയിൽ ബറക്കത്ത് ലഭിക്കാത്ത, അല്ലാഹ് മൈൻഡ് ചെയ്യാത്ത മറ്റൊരു വിഭാഗമാണ് വിത്തനുണ്ടാക്കുക. ഒരാളൊരു കാര്യം നമ്മളോട് സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ വേറൊരാളെ കുറിച്ചായിരിക്കും, അതൊരു സ്വകാര്യമായിട്ട് പറഞ്ഞതാണ്. അത് നമ്മൾ നേരെ അവനോട് പോയി പറയാം, എന്നെ പറ്റുമോ എന്നോട് അത് പറഞ്ഞു കേട്ടോന്ന്. എന്നാ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? തല്ലലോട് തല്ലലേക്കാരം. കുടുംബ ബന്ധം മുറിയും, ഫ്രണ്ട്ഷിപ്പ് മുറിയും, ദാമ്പത്യ ജീവിതം തന്നെ മുറിഞ്ഞു പോകും. അപ്പൊ നമ്മളോട് ഒരാൾ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞാൽ അത് മറ്റൊരാളോട് പറയരുത്. അതിനാണ് നമീമത്ത് എന്ന് പറയുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, കുടുംബ ബന്ധം മുറിക്കുക. അല്ലേ, ജ്യേഷ്ഠനോട് തെറ്റിയിട്ട് ഇങ്ങനെ ബറാത്തിരാവിന് ഇങ്ങനെ ചക്കരച്ചോറുണ്ടാക്കാൻറ്റാ, മൂത്തച്ഛനോട് ഇളയച്ചിനോട് തെറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചക്കരച്ചോറുണ്ടാക്കി കഴിക്കാൻറ്റാ. അള്ളാഹു കാക്കട്ടെ. കുറെ നനച്ചുള്ളി നടത്തിയിട്ട് എന്താ മുത്തുമിനിങ്ങളെ, നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞില്ലേ? നനച്ചുള്ളിയുടെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. നനച്ചുള്ളി എന്തുകൊണ്ട് നനച്ചുള്ളി നടത്തിയില്ല എന്ന് അള്ളാഹ് ചോദിക്കുകയില്ല. ചോദിക്കുന്നത് ഈ കാര്യങ്ങളാണ്. എന്നിട്ട് നനച്ചുള്ളിയൊക്കെ ഇതൊക്കെയാണ് ചോദിക്കും, എണ്ണി എണ്ണി ചോദിക്കും. അതിന് മറുപടിയാണ് പറയേണ്ടി വരും. അല്ലേ, അമ്മായിനോട് തെറ്റിയിട്ടില്ലേ? സ്വന്തം പെങ്ങളോട് തെറ്റിയിട്ടില്ലേ? ആരാണ് പെങ്ങള്? നീ പോന്ന ഗർഭാശയത്തിൽ നിന്ന് പോന്ന നിന്റെ പെങ്ങള്, നിന്റെ ചോര, ഒട്ടാലൊന്നും മുറിയാത്ത നിന്റെ ചോര, ആ പെങ്ങളോട് തെറ്റി നടക്കുക. അല്ലെ, സ്വന്തം ജ്യേഷ്ഠനോട് തെറ്റി നടക്കുക, സ്വന്തം അനിയനോട് തെറ്റി നടക്കുക. എത്തിനെ സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും തെറ്റി നടക്കുന്ന ആളുകളുണ്ട്, എളാപ്പാനോടും മൂത്താപ്പാനോടും തെറ്റി നടക്കുന്ന ആളുകളുണ്ട്, അങ്ങോട്ടൊക്കെ തെറ്റി നടക്കുന്ന ആളുകളുണ്ട്. ഇവരാണ് ബറാത്തിന്റെ രാവിലെ ചക്കരച്ചോറ് വെക്കണതേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചക്കരച്ചോറ് വിതരണം ചെയ്യുക, ബന്ധുക്കാരൊക്കെ വിളിച്ചിട്ട് ചക്കരച്ചോറ് വിതരണം ചെയ്യുക. ബന്ധുക്കാരെ വിളിക്കണം, പക്ഷെ ജ്യേഷ്ഠനെ വിളിക്കണില്ല. മനിപ്പാനും വിളിക്കണില്ല. ഓ നോമ്പുറത്തുക, ബറാത്തിന്റെ രാവിലെ നോമ്പുറത്തുക, മനിപ്പാനും വിളിക്കാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, ഇതെന്ത് ചെയ്യും? ആകെ കുറഞ്ഞ ആയുസ്സല്ലേ നമുക്കുള്ളൂ. എൻ്റെ ഉമ്മത്തുകളുടെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മൾ എന്തിനാ അഹങ്കരിക്കണത്? എന്തിനാണ് പരസ്പരം ദേഷ്യവും കുരുട്ടും പോരും കിബറും അഹങ്കാരവും അസൂയയും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? നമുക്ക് നന്നായിക്കൂടെ? അള്ളാഹു നന്നാക്കി തരട്ടെ, നല്ല മനസ്സ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ 9 വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞറിയോ? ഈ പറഞ്ഞ 9 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂല, മാപ്പ് കൊടുക്കൂല. അവർ ചെയ്ത മോശപ്രവർത്തനം ഉപേക്ഷിക്കുന്നത് വരെ, അതുപോലെ തന്നെ തൗബ ചെയ്യുന്നത് വരെ അവർക്ക് അള്ളാഹു മാപ്പ് കൊടുക്കൂല. അപ്പൊ തൗബ ചെയ്താൽ അള്ളാഹു നമ്മളെ മൈൻഡ് ചെയ്യും, റഹ്മത്ത് കൂട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന ആളുകളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളിയും. നല്ലൊരു അറിവാണിത്, നല്ലൊരു അറിവാണ്. കുറെ ആളുകൾക്ക് ഇത് അറിയൂല. കുറെ ആളുകൾ ഇതും ചെയ്തിട്ടാണ് ബറാത്തിന്റെ രാവിലെ നെയ്യപ്പുണ്ടാക്കണതേ, അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുക. അള്ളാഹു കാക്കട്ടെ, നോമ്പ് തുറക്കെ നടത്തുക, ഒരു കാര്യമില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. അല്പം മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്
നമ്മൾ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിൽ, രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിൽ വിശാലമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിശാലമായി ദിക്റും സ്വലാത്തുകളൊക്കെ ചൊല്ലാറുണ്ട്. അതാണ് ഉച്ചക്ക് 1 മണിക്ക് നടക്കുന്ന ക്ലാസ്സിൽ പ്രാർത്ഥന ഞാൻ ചുരുക്കിയിട്ടുള്ളത്. എല്ലാവരും രാവിലെ നടക്കുന്ന ആ 6 മണിക്കത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് കേട്ടാൽ മതി. ഉച്ചക്കാണോ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുക, ഉച്ചക്ക് അത് കേൾക്കുക, ദിക്ർ ചൊല്ലുക, ആമീൻ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.